നമസ്കാരം. കുട്ടികൾക്കുണ്ടാകുന്ന പേടി, അസുഖം, അതേപോലുള്ള ബാലാരിഷ്ടതകളൊക്കെ മാറാനായിട്ട് ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടതെന്ന് കുറേ അമ്മമാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ആ മന്ത്രം വളരെ വലിയതായതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് മുന്നിൽ അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റ് കൂടാതെ പറയാനായിട്ട് സാധിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ് കേട്ടോ ഞാനത് ഇതുവരെ പറയാതിരുന്നത്. തീർച്ചയായിട്ടും ഈ മന്ത്രം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ബാലരക്ഷാ മന്ത്രത്തെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. പൂതനാമോക്ഷത്തിന് ശേഷം, അതായത് പൂതന എന്ന വിപത്ത് നിലം പതിച്ചതിന് ശേഷം ഗോപികമാർ ഉണ്ണിക്കണ്ണനെ സ്തുതിച്ചുകൊണ്ട് ചൊല്ലുന്ന മന്ത്രമാണ് ബാലരക്ഷാ മന്ത്രം. ഞാൻ പൂതനാമോക്ഷം കഥ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂതനയിൽ നിന്ന് സംരക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ ഉണ്ണിക്കണ്ണൻ പേടിച്ചിട്ട് കണ്ണ് തുറക്കുന്നുണ്ടായിരുന്നില്ല, പാല് കുടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ണിക്ക് പേടി തട്ടിയിട്ടാണോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗോപികമാരും ഉണ്ണിയുടെ കൈകളും കാലുകളും മുഴുവനായിട്ട് ഇങ്ങനെ ഉഴിഞ്ഞിട്ട്, അതായത് കാലുകളെ അജൻ സംരക്ഷിക്കട്ടെ, കാൽമുട്ടുകളെ മണിമാൻ സംരക്ഷിക്കട്ടെ, കൈകളെ വിഷ്ണു സംരക്ഷിക്കട്ടെ, അരക്കെട്ടിനെ അച്യുതൻ സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, അതായത് ഓരോ അംഗങ്ങളായിട്ട് ഒഴിഞ്ഞിട്ട് അത് ഭഗവാന്റെ നാമം ചൊല്ലിയിട്ട് ഭഗവാൻ തന്നെ സംരക്ഷിക്കട്ടെ എന്ന് പറയുന്ന മന്ത്രമാണത്. അതായത് നീ കളിക്കുന്ന സമയത്ത് ഗോവിന്ദൻ സംരക്ഷിക്കട്ടെ, ഉറങ്ങുന്ന സമയത്ത് മാധവൻ സംരക്ഷിക്കട്ടെ. അതായത് ഉണ്ണിക്കണ്ണൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും ചിന്തയെയും എല്ലാ സമയത്തും ഭഗവാൻ തന്നെ സംരക്ഷിക്കട്ടെ എന്ന് പറയുന്ന മന്ത്രമാണ്. അമ്മമാരെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ ഈ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പേടി, ഞെട്ടൽ, അസുഖം ഇതെല്ലാം ശമിക്കാനായിട്ട് ഉത്തമമാണെന്നാണ് കേട്ടോ പറയുന്നത്.